നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിലെ ഒരു ചെറിയ വഴിയോര കച്ചവടക്കാരനായ വിക്രം സാവുവിന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമെല്ലാം തുരുതെരെ ഭീഷണി കോളുകൾ വരികയാണ്. അദ്ദേഹത്തിന് ഫോണ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഭീഷണി കോളുകളാണ്. ഇതെല്ലാം ഇൻ്റർനാഷണൽ നമ്പറുകളാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയാണ് ഈ ഭീഷണി കോളുകൾ വരുന്നത്. താൻ ഇതുവരെ ചത്തില്ലേ എന്നായിരിക്കും ആദ്യം ചില കോളുകളിൽ പ്രതികരണം ഉണ്ടാവുക. പിന്നീട് കൊന്നുകളയുമെന്ന ഭീഷണിയായിരിക്കും ഉണ്ടാവുക. വോയിസ് കോളുകൾ മാത്രമല്ല, ഇത്തരത്തിൽ വീഡിയോ കോളുകളും ഇപ്പോൾ വരുന്നുണ്ട്. വാട്സാപ്പിലേക്ക് വരുന്ന സന്ദേശങ്ങൾക്ക് പുറമെ വീഡിയോ കോളുകൾ വരുന്നുണ്ട്. ആ വീഡിയോ കോളുകളിൽ ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പുറത്തുള്ളവർ. മാത്രമല്ല, ആയുധങ്ങൾ കാട്ടിപ്പോലും കാച്ചിക്കളയുമെന്ന ഒരു ഭീഷണിയാണ് ഈ വിക്രം സാവുവിന് നേരെ വരുന്നത്. അതിന് മാത്രം വിക്രം സാവു എന്തു ചെയ്തു? മറ്റൊന്നുമില്ല. ഒരു ദിവസം സുപ്രഭാതത്തിൽ വിക്രം സാവു തൻ്റെ കടയൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കടയിലേക്ക് ഒരു അതിഥി കയറി വരുന്നത്. ആ അതിഥി സാധാരണക്കാരനായിരുന്നില്ല, സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അത് നമ്മൾ റീലുകളിലൂടെയും മറ്റുമൊക്കെ കണ്ട് വളരെയധികം ആസ്വദിച്ച വീഡിയോ ആണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വളരെ ഹൈ പവർ പ്രചരണം ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൊരിഞ്ഞ പോരാട്ടമാണ് തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ പ്രചരണ രംഗത്ത് നടന്നത് എന്ന് നമുക്കറിയാം. 2 ഘട്ടങ്ങളിലായിട്ടാണ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ 2 ഘട്ടങ്ങളിലും തീ പാറുന്ന പോരാട്ടമായിരുന്നു. കേന്ദ്ര നേതാക്കളെ അടക്കം ഇറക്കിക്കൊണ്ടാണ് BJP അവരുടെ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോയത്. BJPയുടെ ആ പ്രചരണത്തെ നേതൃത്വം നൽകിയത്, അതിന് നേതൃത്വം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. വനിതാ സംവരണ ബില്ലടക്കം ബംഗാളിൽ ഒരു വിഷയമാക്കിക്കൊണ്ട് അവിടെ BJPക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രചരണം വലിയ രീതിയിൽ സഹായിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഹൈ പവർ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദികളിൽ നിന്നും വേദികളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്തിറങ്ങുന്നു. ആ സ്ഥലത്ത് പ്രവർത്തകരോടൊപ്പം സംവദിച്ച ശേഷം അദ്ദേഹം നേരെ ഒരു കടയിലേക്ക് പോകുന്നു. അവിടുത്തെ ഒരു പ്രാദേശിക വിഭവമായ ജൽമൂരി തരാൻ ആവശ്യപ്പെടുന്നു. എത്ര രൂപയാണ് എന്ന് വിക്രം സാവുവിനോട് ചോദിക്കുന്നു. അദ്ദേഹം 10 രൂപ എന്ന് പറയുന്നു. 10 രൂപ കൊടുത്ത് ആ ജൽമൂരി വാങ്ങി പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരും പങ്കുവെച്ച് കഴിക്കുന്നു. ഈ 10 രൂപ എനിക്ക് ആവശ്യമില്ല, അങ്ങ് വന്നത് തന്നെ എൻ്റെ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം തിരികെ കൊടുക്കാൻ യുവാവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമില്ല, താങ്കൾ വച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ശേഷം പ്രധാനമന്ത്രി ആ വിഭവം വാങ്ങി കഴിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ള കടക്കാരനാണ് ഇപ്പോൾ ഭീഷണി നേരിടുന്ന വിക്രം സാവു. ആ വിക്രം സാവുവിൻ്റെ ജീവിതം അന്നത്തെ ആ റീല് കൊണ്ട് മാറി മറിഞ്ഞിരുന്നു. ഇന്ത്യയിൽ വിക്രം സാവുവിനെ അറിയാത്തവരായി ആരെങ്കിലും ഇനി ബാക്കിയുണ്ടാവുമോ എന്നറിയില്ല. ആ ഒരു നയതന്ത്രം, അല്ലെങ്കിൽ ഈ കടയിലിറങ്ങി ജൽമൂരി കഴിച്ചുകൊണ്ടുള്ള പ്രചരണം, അത് വലിയ രീതിയിൽ ബംഗാൾ ജനതയുടെ ഹൃദയത്തിലേക്ക് വന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങൾ കഴിക്കുന്ന തെരുവോരങ്ങളിൽ നിന്നും തങ്ങളൊക്കെ വാങ്ങിക്കഴിക്കുന്ന, ഓരോ സാധാരണക്കാരനും വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം ഇവിടെ ഈ ബംഗാളിൽ വന്ന് വാങ്ങിക്കഴിച്ചിരിക്കുന്നു. തങ്ങളിൽ ചിലർക്ക് അത് പങ്കുവെച്ച് കഴിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ബംഗാൾ ജനതയിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം അത് ചെറുതായിരുന്നില്ല. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന കാര്യം നമുക്കറിയാം. മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൃത്യമായി തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാംശീകരിക്കാൻ ഇത്തരം പ്രധാനമന്ത്രിയുടെ പ്രചരണവും ഈ പറയുന്ന ജൽമൂരി വീഡിയോയും ഒക്കെ വളരെയധികം പ്രയോജനപ്പെട്ടു. കാരണം മമതാ ബാനർജി സാധാരണക്കാർക്ക് അക്സസിബിൾ അല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി ഇങ്ങനെ സംസ്ഥാനത്ത് കറങ്ങി നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നേതാവ് ആയിട്ട് പോലും ചെറിയ ഒരു തെരുവോര കടയിൽ വന്നിറങ്ങി സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിൽ, വോട്ടർമാരിൽ നൽകിയ ഒരു സന്ദേശം വളരെ വലുതായിരുന്നു. ആ വീഡിയോ BJPയുടെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ വിദഗ്ധന്മാരെല്ലാം വിലയിരുത്തുന്നത്. കാരണം ജൽമൂരി വീഡിയോ ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഈ ഒരു വ്യൂവർഷിപ്പ് റെക്കോർഡുകൾ തകർത്തത്. അതിൻ്റെ വ്യൂവർഷിപ്പ് റെക്കോർഡ് തകർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു വീഡിയോ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്ക് മെലോഡി ചോക്ലേറ്റ് സമ്മാനിക്കുന്ന വീഡിയോ വന്നപ്പോഴാണ് ഇതിൻ്റെ വ്യൂവർഷിപ്പ് റെക്കോർഡുകൾ അടക്കം തകർന്നത്. അങ്ങനെ അത്രമാത്രം ജനപ്രീതി നേടിയ ആ വീഡിയോയിലെ വൈറൽ താരമായിരുന്നു വിക്രം സാവു. ഈ വിക്രം സാവുവിന് നേരെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അടക്കം ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം വരുന്നത്. ചർച്ചയായതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സുരക്ഷാ വിഭാഗങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ വരെ വിക്രം സാവുവിൻ്റെ സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. കാരണം വിക്രം സാവു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഈ ഭക്ഷണം വാങ്ങിക്കഴിച്ച കട അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വളരെയേറെ വൈറലായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോലും ആ ദൃശ്യങ്ങൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദൃശ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയിൽ കേന്ദ്ര കഥാപാത്രമായി മാറിയ പ്രധാനമന്ത്രിക്ക് ജൽമൂരി വിളമ്പിയ ആ യുവാവിനെതിരെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും രാജ്യവിരുദ്ധ ശക്തികൾ ഇങ്ങനെ ഭീഷണി മുഴക്കുന്നുവെന്ന് പറഞ്ഞാൽ രാജ്യം പിന്നെ ഇടപെടാതിരിക്കുമോ? എന്തായാലും ഈ വിക്രം സാഹുവിൻ്റെ സുരക്ഷ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ബംഗാൾ പോലീസും കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം രാഷ്ട്രവിരുദ്ധ ശക്തികളാണ് ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കുന്നത് എന്ന് നമുക്കറിയാം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉള്ളത് നമ്മുടെ ദേശത്തോട് കൂറുള്ളവരല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ ഒരു വിക്രം സാവുവിനെതിരായിട്ടുള്ള ഭീഷണികളെ കൃത്യമായി തന്നെ നേരിടാൻ ഉറച്ചിരിക്കുകയാണ്. അതേസമയം തൻ്റെ ജീവിതമാകെ താളം തെറ്റിയെന്നും ഫോൺ എടുക്കാൻ നിവൃത്തിയില്ല എന്നും കടയിൽ രാവിലെ കട തുറന്നിരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാകണമെന്നും പരാതി പറയുകയാണ് വിക്രം സാവു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൻ്റെ കടയിലേക്കുള്ള സന്ദർശനം അത് ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി തന്നെ കാണുകയാണ്. അപ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ഈ ഒരു ഭീഷണി അതിനെ അദ്ദേഹം മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വിക്രം സാവു തീരുമാനിച്ചിരിക്കുന്നത്.